എല്ലാവർക്കും സുഖമല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വിശേഷമൊക്കെ അന്വേഷിച്ചില്ലെങ്കിൽ എന്നാ അല്ലേ? എന്നാലും എന്നാ പറയുന്നത്, വിശേഷമൊക്കെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അന്വേഷിക്കും, ഈ കോച്ച് എന്നതാ അല്ലേ, ഒന്ന് വിശേഷമോ സുഖമോ ഒക്കെ ഒന്നും ചോദിക്കുന്നില്ല. എന്നാൽ ഇടയ്ക്കൊന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ, ഇടയ്ക്കൊന്നല്ല, ഞാൻ എപ്പോഴും ചോദിക്കും കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, ഞാൻ ഈ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് എന്നാ പറയുന്നത്, എല്ലാവരും കഴിച്ച് നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ അത്ര എന്നാ പറയുന്നത്, ഇച്ചിരി ആരോഗ്യ കുറവ് അതിനകത്തുണ്ട്. എന്നാ വെച്ചാൽ നമ്മൾ ഇച്ചിരി എന്നാ പറയുന്നത്, ചിക്കൻ പെരട്ടും ഒക്കെ ഉണ്ടാക്കിയതല്ലേ, അതിനകത്ത് ഇച്ചിരി എണ്ണയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൊളസ്ട്രോളൊക്കെ വരും. പക്ഷെ എന്നാലും അത് വലിയ കാര്യമാക്കണ്ട, എന്നാലും രുചിയുള്ള ഭക്ഷണം കഴിക്കട്ടെ. എന്തായാലും രുചിയുള്ള ഭക്ഷണവും കഴിച്ച് ദൈവം തമ്പുരാൻ എല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ശരിക്കും എല്ലാവർക്കും അറിയാം, അപ്പവും ഫിഷ് മോളിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അപ്പം എന്നാ പറയുന്നത്, എല്ലാവർക്കും ആട്ടാൻ അറിയാം, അപ്പം ഉണ്ടാക്കാനും അറിയാം. പക്ഷെ ഇപ്പം ഞാനിവിടെ ആട്ടിയ മാവ് എങ്ങനെയാണെന്നറിയാവോ? അരിയും പച്ചരിയും കരിക്കും തേങ്ങയും ചോറും കൂടെ ചേർത്ത് ആട്ടിയ മാവാണ്. ചിലർ പച്ചരിയും തേങ്ങയും മാത്രം ആട്ടുന്നവരുണ്ട്. ഞാനിപ്പം ഇത് ഈ കരിക്ക് ചേർത്തുള്ള ഗുണം എന്നാണെന്നറിയോ? അപ്പം നല്ല സോഫ്റ്റ് ആവും, നല്ല രസമാണ്. പക്ഷെ അപ്പം ചൂടാൻ എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാനിവിടെ ഇന്നൊരു സ്പെഷ്യൽ ട്രിക്കായിട്ട് ഒരു അപ്പം ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ. അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെല്ലാവരും അപ്പം കഴിക്കുന്നതാ, പക്ഷെ ഒരു വെറൈറ്റി, ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്കും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയല്ലേ. അതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. ഇന്ന് ഞാൻ 2 അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. പക്ഷെ അതിന് മുന്നേ നമ്മുടെ ഈ ചട്ടി ഒന്ന് ചൂടാവാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം നമുക്ക് ചട്ടി തീ കത്തിച്ച് ചട്ടി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്നാന്നറിയാവോ? നമുക്ക് അപ്പച്ചട്ടിക്ക് ഒട്ടും ഫ്ലെയിം കൂട്ടല്, ഇച്ചിരി തീരെ സിമ്മല്ല, എന്നാൽ ഇച്ചിരി ഫ്ലെയിം വേണം താനും, അതേ കൂട്ട് വെച്ചേച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഫിഷ് മോളിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ ഞാൻ അപ്പത്തിനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞുതരാം. ഞാൻ അരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പച്ചരി, കരിക്ക്, തേങ്ങ, ചോറ്. എൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചരി എത്ര ഇടുന്നോ, എൻ്റെ കൈക്ക് ഒരു പിടി പച്ചരിയൊക്കെ ഇട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൈക്ക് ഇച്ചിരി കൊള്ളും. അതുകൊണ്ട് എൻ്റെ കൈക്ക് 2 പിടി പച്ചരി മിക്സിയിൽ ഇടുവാണെങ്കിൽ ഒരു കരിക്കിൻ്റെ ഒരു പൂള് മൊത്തം ഇടണം. അത് ഇട്ടിട്ട് ഒരു പിടി തേങ്ങായും ഒരു പിടി ചോറും കൂടെ ഇട്ട് നല്ലതായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടും. പിന്നെ ഇനി അത് എന്നാ പറയുന്നത്, അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ കലക്കിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. പഞ്ചസാര ഉപ്പിട്ട് കലക്കി വെച്ചേച്ചാൽ 2 മണിക്കൂറിന് അത് പൊങ്ങിക്കോളും. നല്ല സോഫ്റ്റ് അപ്പം കിട്ടുകയും ചെയ്യും. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫിഷ് മോളിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനിപ്പോൾ നമുക്ക് വേണ്ടിയത്, ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 12 കഷ്ണം ആഗോലിയാണ്. അത് ഈ പറഞ്ഞ കൂട്ടം ഈ ചതുരത്തിലല്ല, വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇതൊരു 15 പീസ് ആഗോലിയുണ്ട്. ഈ 15 പീസ് ആഗോലിക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് വേണം. പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞത് 1 വലുത്. പിന്നെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇഞ്ചി അതും കുഞ്ഞായിട്ട് അരിഞ്ഞതാ. ഇതെന്നാന്ന് വെച്ചാൽ, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് വേണ്ട. അതിന് പകരം നമുക്ക് പ്രത്യേകം അരിഞ്ഞ് തന്നെ എടുക്കണം. പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തോണം. ഇതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകല്ല ഇടുന്നേ, അതിന് പകരം കുറച്ച് സ്പൈസസ്, എല്ലാ സ്പൈസസും ഇല്ല, ഇച്ചിരി. അത് ഒന്ന് പട്ടയാ, പിന്നെ വേണ്ടിയത് ഗ്രാമ്പു. ഒരുപാടൊന്നും നമ്മൾ ഇടത്തില്ല, കുറച്ചേ ഇടത്തുള്ളൂ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടിയല്ല, കുരുമുളക് നല്ലതായിട്ട് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയായിട്ട് ഇടുകയല്ല, അതിൻ്റെ മേളിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഏലക്ക. ഇത്രയേ ഉള്ളൂ സ്പൈസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ. ഏലക്കയൊന്നും ഒരുപാട് ഇടണ്ട, ഒരു 2 എണ്ണം. അതെന്നത്തിനാണെന്നറിയാം, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ മാത്രം. പിന്നെ മഞ്ഞൾപ്പൊടി, എണ്ണ, ഒരു എന്നാ പറയുന്നത്, ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ കുറച്ച് വേണം. നമ്മൾ ഓൾറെഡി തക്കാളി ഇടുന്നുണ്ട്, എന്നാലും ഇച്ചിരി ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ. ഇതെന്നാന്ന് വെച്ചാൽ നല്ല എന്നാ പറയുക, കാഷ്യൂ പേസ്റ്റ് ആണേ. ഈ കാഷ്യൂ പേസ്റ്റ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത്.
അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ തലപ്പാലിൽ കലക്കിയേച്ചാൽ മതി. കാഷ്യൂ ആകുമ്പോഴത്തേന് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് വെച്ചാൽ കൊളസ്ട്രോളൊക്കെ വരും. പക്ഷെ അതിനുള്ള റെമഡി ഞാൻ പറഞ്ഞുതരാം, കൊളസ്ട്രോളൊക്കെ മാറ്റാനുള്ള. അതുകൊണ്ട് തന്നെ വഴക്ക് പറയുകയല്ലോ. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി മല്ലിയില, പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് 1 പാലും നിറച്ച് 2 പാലും. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരിക്കലും ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മീൻ തിളപ്പിക്കരുത്, വേവാനിടരുത്. എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കുമ്പോഴത്തേക്കും 1 പാലും 2 പാലും എടുത്ത് വേണം തന്നെ നമ്മൾ കറി വെക്കാൻ. എന്നാലുണ്ടല്ലോ അതിൻ്റെ ആ രുചി വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ നോക്കും. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയാണെങ്കിൽ ഞാൻ ശരിക്കും പശുപാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും രുചി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കറിക്ക് 1 പാലും 2 പാലും എടുക്കുന്നത് തന്നെയാണ് നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് മോളിക്ക് ഇവിടെ ഇപ്പം നിറച്ച് 2 പാൽ എടുക്കണം, എന്നാൽ കട്ടിക്ക് തേങ്ങാപ്പാലും 1 പാലും എടുത്തേക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതാദ്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂത്തേച്ച്, എല്ലാവരും വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്ന, പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു എന്നാ പറയുന്നത് ഒരു ഷേപ്പ് ഡിഫറൻസ് മാത്രം കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, കണ്ടോ, ഒരു പൂവപ്പം ആയില്ലേ. അപ്പം നമ്മൾ എന്നാ ഗസ്റ്റ് ആണെങ്കിലും ശരിക്കും ഒരു വീട്ടിൽ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഷേപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഒരപ്പം തിന്നേണ്ടടുത്ത് ചിലപ്പം പിള്ളേരൊക്കെ തല ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ. അമ്മ എനിക്കിന്ന് പൂവപ്പം മതിയെന്ന് പറയേ. അതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി, ഇത് എളുപ്പമാട്ടോ. ഒന്നുകൂടെ ഞാൻ ഒരപ്പവും കൂടെ കാണിച്ചു തരാം. ഇതെന്തായാലും മൊരിയട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയുടെ എന്നാ പറയുന്നത് വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കും. ഫിഷ് മോളിക്ക് ഞാൻ എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കണ്ടേ. നമ്മുടെ അപ്പം ചുട്ടു വെക്കാൻ ഒരു പ്ലേറ്റ് വേണ്ടേ. എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം പട്ട ഒരുപാട് ഇടണ്ട, ഒരു എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് പട്ട, അത് കഴിഞ്ഞ് ഗ്രാമ്പു, ഒത്തിരി വേണ്ട, ഒരു 2 ഏലക്ക, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ശരിക്കും കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമ്പു പൊട്ടും, ഗ്രാമ്പു ഏലക്കയൊക്കെ. അതങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. ഇപ്പം ഗ്രാമ്പും എന്നാ പറയുന്നത് ഏലക്കായും പൊട്ടിക്കഴിഞ്ഞു. അത് എന്നാന്ന് പറയുക, നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ കടകടോന്നൊന്നും പൊട്ടത്തില്ല, ഒന്നൊരു 2-3 സ്പ്ലറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി, നല്ല അപ്പം കിട്ടും, സോഫ്റ്റാണ്. എൻ്റെ പിള്ളേർ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ പറയുന്നത് തന്നെ അമ്മ നടുക്ക് ഒരുപാട് കട്ടിയാക്കല്ലേ എന്ന് പറയും. ആ ഒരു ശീലത്തിൽ ഞാൻ ഒഴിച്ചുകൊണ്ടാണ് നടുക്ക് കട്ടിയില്ലാത്ത. അതല്ല, കട്ടി വേണം എന്നുണ്ടെങ്കിൽ കട്ടിയോടുകൂടി തന്നെ ഒഴിക്കാം. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒഴിച്ച് കാണിക്കാം. ഇത് അപ്പം ഒഴിക്കാൻ വലിയ പാടൊന്നുമില്ലേ. ഫസ്റ്റ് ഫോർവേഡ് ബാക്ക്വേർഡ്, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, പിന്നെ ആ വരുന്ന ഗ്യാപ്പിൽ മൊത്തം അങ്ങ് നമ്മൾ മാവ് ഫില്ല് ചെയ്താലുണ്ടല്ലോ പൂവപ്പമായിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ പൂവപ്പം എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും. ഈ ഉള്ളി വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ, പച്ചമുളക്, നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴറ്റണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ മീൻ വേവുമ്പോഴത്തേക്ക് ഉള്ളിയും കൂടെ വെന്ത് ആ കറി കൂടെ അങ്ങ് ചേരുമ്പം ഗ്രേവി മാത്രമാവും. ഇപ്പം മനസ്സിലായോ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ് ഫോർവേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കോളൂ, ഫസ്റ്റ് ഫോർവേഡ്, ദെൻ ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, ഇതായില്ലേ. അപ്പം നമ്മുടെ 4 സൈഡിൽ പിന്നെയും ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഈ മാവ് വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ 4 സൈഡിലോട്ട് ഈ മാവാക്കി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ പൂവപ്പം.
ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും പൂവായിട്ടൊന്നും വരത്തില്ല. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ചെയ്തൊക്കെ പഠിച്ചിട്ടാണ് വന്നത് കേട്ടോ. എന്നാലേ ശരിയാവത്തുള്ളൂ. പക്ഷെ ചിലർക്ക് നല്ല കൈവാക്കുണ്ട്. അന്നേരം ഞാൻ ഈ പറയുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും. ഇപ്പം ഏകദേശം എൻ്റെ ഉള്ളി പകുതി വഴന്നു കഴിഞ്ഞ് ഇനി എന്നാ എടുക്കേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയിലെ അതിൻ്റെ ഒരു എന്നാ പറയുന്നത് 3/4 പോർഷൻ ഇട്ടാൽ മതി ഇതിൻ്റെ കൂടെ. ഇപ്പം ഞാൻ 3 അപ്പം ഉണ്ടാക്കി കാണിച്ചേ. ഇനി ഞാൻ അപ്പം ഓഫ് ചെയ്യുക. ഈ ടൊമാറ്റോയും നല്ലതായിട്ട് വഴന്ന് അതിൻ്റെ കൂടെ ആ ഉള്ളിയുടെ കൂടെ നല്ലതായിട്ട് അങ്ങ് ചേരണം. നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞു. എന്നാൽ ഒത്തിരി അങ്ങോട്ടല്ല, ഇച്ചിരി വഴന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. ശരിക്കും വെള്ള കളറിൽ ഫിഷ് മോളി വെക്കുന്നവരും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ശരിക്കും എന്നാ പറയുന്നത് ഒരു ചെറിയ യെല്ലോ ഇഷ്ടിൻ്റെ ഉള്ള ഫിഷ് മോളിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നത്. നമ്മൾ ഇട്ട മഞ്ഞപ്പൊടിയുടെ ആ പച്ചച്ചൊവ അങ്ങോട്ട് മാറുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന രണ്ടാം പാല് നിറച്ച് വേണം. എന്നാലേ നമ്മുടെ മീൻ വേവത്തുള്ളൂ. മീനിനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് വലിയ വേവൊന്നുമില്ല. എന്നാലും നമുക്ക് ആ ഫിഷ് മോളിക്ക് ഒരു ചാറ് വേണ്ടേ? അതുകൊണ്ട് നല്ല നിറച്ച് തലപ്പാൽ തന്നെ അല്ല രണ്ടാം പാൽ എടുക്കണേ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ. ഒരുപാട് ഒഴിക്കൽ തക്കാളി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുളിയുണ്ട്. പിന്നെ ഈ പുളിയും കൂടെ ആയിട്ട് ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയരുത്. അതുകൊണ്ട് 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ മതി. എന്നിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഉപ്പ്. ഇനി നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന രണ്ടാം പാല് തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ ഇടാവുള്ളൂ. അതിന് മുന്നേ മീൻ ഇട്ടാലുണ്ടല്ലോ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. പിന്നെ ഈ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്നാണെന്നറിയാവോ? നമ്മുടെ കരിമീനാണ് ഏറ്റവും നല്ല. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമല്ലേ. അപ്പോൾ കരിമീൻ ഫിഷ് മോളി വെച്ചാൽ ഏറ്റവും സ്വാദാന്നാണ് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ആഗോലി. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ആഗോലി മീനാണ് ഞാൻ ഇന്നിപ്പോൾ ഫിഷ് മോളി വെക്കുന്നത്. അല്ലെ നെമ്മീനാവാം. പക്ഷെ ഈ 3 മീൻ വെച്ചാണ് ഫിഷ് മോളി ബെസ്റ്റ്. ബാക്കി മീനൊക്കെ വെച്ച് വെക്കാവോ എന്ന് എനിക്കറിയാൻ മേല. പക്ഷേ ഫിഷ് മോളി തിന്നാൻ ഇച്ചിരി കൊതി അങ്ങോട്ട് മൂത്ത് നമുക്കൊക്കെ ഇരിക്കുന്ന സമയമാണെന്നേൽ ഈ പറയുന്ന നത്തോലി ഇട്ടായാലും നമ്മൾ വെക്കും. എന്നാന്ന് വെച്ചാൽ ഫിഷ് മോളി കഴിക്കണ്ടേ. ഇപ്പം ഇത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ മീൻ ഇടാൻ പോവാം. ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, നമ്മൾ സ്പൂണിട്ട് ഇളക്കല്ലെന്ന് പറയും അമ്മമാർ. എന്നുവെച്ചാൽ അത് പൊടിഞ്ഞു പോകുന്നുണ്ടാ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചട്ടി എന്നാ പറയുന്നത് ഇങ്ങനെ, ഇതിപ്പോൾ ചൂടില്ല ചട്ടി, അതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. എന്നാൽ ഇത്രയും നേരം തീ കത്തിയതില്ലേ ചൂടില്ലെന്ന് ചോദിച്ചാൽ, പക്ഷേ ഈ ചട്ടിക്ക് ഇപ്പോൾ ചൂടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വട്ടം കറക്കാനേ പാടുള്ളൂ എന്നാണ് അമ്മമാർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി വട്ടം കറക്കി, എന്നിട്ട് എൻ്റെ മീൻ അകത്തോട്ടൊന്നും പോകുന്നില്ല. എന്നാലും ഞാനിത് വെച്ച് സ്പൂൺ വെച്ചൊന്ന് ഇളക്കുക. ഇതിപ്പോൾ നമ്മുടെ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം എന്നാന്ന് വെച്ചാൽ മീനൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കാനൊക്കത്തുള്ളൂ, നമ്മുടെ ഉപ്പൊക്കെ നോക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വേവുന്നിടം വരെ ഇപ്പം നമ്മുടെ വേവാൻ വെച്ച മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ എന്നാൽ ചാറൊന്നും ഒത്തിരി അങ്ങോട്ട് പറ്റിച്ചിട്ടില്ല, ഇച്ചിരി ചാറുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തലപ്പാൽ അങ്ങോട്ട് എടുത്തിട്ട്, ഞാനിവിടെ ശരിക്കും നമ്മുടെ കാഷ്യൂ പേസ്റ്റ് അരച്ച് വെച്ചേക്കുന്നത്, അണ്ടിപ്പരിപ്പ് നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കുറച്ചും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ആയാലും ചേർത്താൽ മതി.
ഇത് എന്നാത്തിനാ ചേർക്കുന്നതെന്ന് അറിയാവോ? ശരിക്കും നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോൾ ഞാൻ ഒരു കാഷ്യൂ ചേർത്താലുള്ള ഗുണം എന്നാണെന്നറിയാം, കുറച്ചുകൂടെ നല്ല സ്വാദായനെ. തലപ്പാൽ ഒഴിക്കുന്ന സമയം തീ എത്ര സിമ്മാക്കാൻ പറ്റുമോ അത്ര ആക്കിയേക്കണേ. ഇത് കഴിഞ്ഞിട്ട് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം എന്നാ എടുക്കണമെന്നറിയാവോ? ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക്, നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇച്ചിരി കുരുമുളകും കൂടെ ഇടണം. കുരുമുളകും ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചാൽ കുറച്ചല്ലേ ഇട്ടുള്ളൂ, ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തക്കാളി കൂടെ, ബാക്കി വന്ന തക്കാളിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇടുക. ഇനി എന്നാ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ അമ്മമാരൊക്കെ പറയുന്ന പോലെ തന്നെ അതൊന്ന് വട്ടം ചുറ്റിക്കണം. പക്ഷെ എനിക്കൊന്നും അത്രയും കൈവാക്കില്ല, എന്നാലും ഞാൻ ഇച്ചിരി ഒന്ന് വട്ടം ചുറ്റിക്കും. എന്നാന്നറിയോ, വട്ടം ചുറ്റിക്കുന്ന പിന്നെ അങ്ങോട്ട് സ്പൂൺ ഇട്ടാലുണ്ടല്ലോ മീനെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വട്ടം ചുറ്റിച്ച് വെച്ചാൽ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അത് ഇച്ചിരി തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും ഞാൻ ഗസ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാ വന്നതെന്നറിയോ? ശരിക്കും നമസ്തേ, നമസ്തേ, വരൂ. ഞാൻ ശരിക്കും നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഗസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ശരിക്കും പറഞ്ഞ സോഫി, എനിക്ക് ഉറപ്പില്ലായിരുന്നു സുദീപിന്റെ കാര്യത്തിൽ. എന്നറിയോ, പൊതുവെ മറവിയുള്ള കൂട്ടത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഗസ്റ്റിനോട് പറയാൻ പോകുമ്പോഴായിരുന്നു ശരിക്കും സുദീപ് ഇന്ന് മറന്നില്ല അല്ലേ? ശരിക്കും എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാട്ടോ, മറവിയില് നമ്പർ 1 എന്നൊക്കെ വേണമെങ്കിൽ സുദീപിനെ പറയാം. ഇല്ലേ സോഫി, സമ്മതിക്കുന്നുണ്ടോ? അതിന് ഒരു അനുഭവം പറയോ എന്നതാ ഇത്ര മറവി എന്നുള്ളത്? ഞങ്ങൾക്കൊക്കെ മിക്കവർക്കും അറിയാം അല്ലേ? ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ സുദീപിനോട് അവിടെ നിന്ന് എന്നേലും ചോദിച്ചു കഴിഞ്ഞാൽ സുദീപ് എന്നെല്ലാം എടുത്തരാൻ പറഞ്ഞാൽ മറന്നു പോവോ? ഇല്ല, അങ്ങനെയുള്ള മറവിയില്ല. അല്ല, ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കും ചാനലിന്റെ ഒക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ സമയമാകുമ്പോഴത്തേക്ക് വിളിക്കുമ്പോഴായിരിക്കും അയ്യോ രാവിലെ ഇന്നുണ്ടല്ലോ എന്ന് ഓർക്കാം. സാധാരണ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. മറന്നു പോകുന്ന വീട്ടിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന വീട്ടിലെ കാര്യങ്ങളാണ്. മറന്നുപോയി. കല്യാണം കഴിച്ചത് ഒരു ദിവസം മറന്നുപോയി. ഞങ്ങളൊരു ഫംഗ്ഷന് ചെന്നപ്പോഴേ ഇത് ആരാന്ന് ചോദിച്ചപ്പോ കഴിക്കാൻ പോണ ആളാ. സോഫി നിക്ക്, കല്യാണം കഴിച്ചത് സുദീപ് മറന്നുപോയെന്നോ? കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയും മറവി സംഭവിക്കുന്ന ഇപ്പോഴാ ഞാൻ അറിയുന്നത്. ശരിക്കും പിറ്റേ ദിവസം എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫംഗ്ഷന് പോയി. അപ്പൊ ആരാന്ന് വെച്ചാൽ വുഡ്ബിയാന്ന് ഓർക്കാതെ പറഞ്ഞു പോയി. സോഫി റിയാക്ട് ചെയ്തോ? ഉണ്ടായിരുന്നോണ്ട് ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞോ ഞാൻ കിട്ടിയതല്ലേ എന്ന് ചോദിച്ചല്ലേ. അതുപോലെ ചിലപ്പോ വേറെ ഇതുപോലെ പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ വീട്ടിൽ തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി, ഞാൻ പോയി സാധാരണ പോലെ രാവിലെ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് വായിക്കാനൊക്കെ തുടങ്ങി. അമ്മ വന്നപ്പോൾ ചായ കൊണ്ട് തന്ന്. അപ്പോൾ ഇദ്ദേഹം ഉള്ള കാര്യം എൻ്റെ മനസ്സിലില്ല. അപ്പോൾ ഞാനവിടെ റൂമിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോയതാണ്. അപ്പോൾ റൂമിൽ തിരിച്ച് ഞാൻ വരുമ്പോഴത്തേക്ക് അവിടെ റൂമിൽ ആരും കാണുന്നില്ല. അപ്പം ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞിടങ്ങുക. അപ്പം ഞാൻ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് അപ്പം റൂമിൽ കുറച്ച് നേരം കഴിഞ്ഞ് റൂമിൻ്റെ ഡോറും ലോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു, പേപ്പറൊക്കെ വായിച്ചു. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആലോചിക്കുന്നത് എവിടെ പോയി. അപ്പോൾ അടുക്കള ചെന്ന് അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞില്ല, കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ബാത്റൂം ഡോർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ വിയർത്ത് വിളിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് വന്നിട്ടേ എന്നെ പിടിച്ച് ബാത്റൂമിൽ കുറ്റിയിട്ടു. എന്റെ ദൈവമേ, ആ ഒരു മാനസികാവസ്ഥ ഞാൻ സോഫിയെ സമ്മതിച്ചു. ശരിക്കും ഈ മറവി ശരിക്കും ഒരു ദോഷമാവുന്നില്ലേ സുദീപ്? ചില സമയത്ത് ഒരുപാട് എനിക്ക് അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ ഇതുവരേക്കും പരിപാടികളുടെ കാര്യങ്ങളിലൊന്നും ഞാൻ പലപ്പോഴും മറന്ന് പോയിട്ടില്ലെന്നല്ല, നോട്ട് ചെയ്യാത്ത ചിലപ്പം തലേദിവസമെങ്കിലും ഓർമ്മിക്കും പെട്ടെന്ന്. അങ്ങനെ അതുമൂലം അബദ്ധങ്ങളൊന്നും വന്നിട്ടില്ല. എപ്പോഴും എന്നോട് പറയും ഇത് എന്തെങ്കിലും അപകടം ഉണ്ടാവും അപ്പോഴേ പഠിക്കുള്ളൂ എന്ന് പറയും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാ? മീനാണോ അതോ മീൻ? വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇതിനേക്കാളും മീറ്റിനേക്കാൾ ഏറ്റവും ഇഷ്ടം സേഫ് മീൻ തന്നെയല്ലേ? മീറ്റിനെക്കാട്ടിലും ഏറ്റവും. സോഫിക്കോ? എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്ക് വേറൊരു ഇതെന്ന് വെച്ചാൽ ഫിഷിനോട് കൂടുതൽ താല്പര്യം മീറ്റ് ഒന്നുമില്ല. എനിക്ക് വെജിറ്റേറിയനും ഇതുപോലെ തന്നെ ഈക്വലി ഇഷ്ടമാണ്. ഫിഷിനെ ഓക്കെ. ഇന്ന് ഞാൻ ശരിക്കും ഉണ്ടല്ലോ നിങ്ങൾക്ക് തരാൻ ഞാൻ വിചാരിച്ചിരിക്കുന്ന ശരിക്കും ഒരു അപ്പവും ഫിഷ് മോളിയും ഒക്കെയാ. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ അപ്പം ഇങ്ങനെ വട്ടം ചുറ്റിച്ചൊക്കെ ഒരപ്പം ആയിരിക്കും തരുന്നത്. അങ്ങനത്തെ അപ്പം അല്ല കഴിച്ചേക്കണേ. എന്നാൽ ഞാനും എൻ്റെ പ്രേക്ഷകർക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പൂ പോലെ ഉണ്ടാക്കുന്ന ഒരപ്പ, പൂവിന്റെ ഷേപ്പിലുള്ള ഒരപ്പ തരുന്നേ.
സോഫി അറിയോ അപ്പം ഉണ്ടാക്കാൻ? വീട്ടിലൊക്കെ നല്ലതായിട്ട് ചെയ്യാം. സാധാരണ അപ്പം ഉണ്ടാക്കും, ഇതറിയില്ല. ഇതേമാതിരി അറിയില്ല. ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യാം. പിന്നെ ധൈര്യമായിട്ട് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് ഒന്നൊക്കെ ചെയ്യുമ്പോ ഞാൻ നിൽക്കല്ലേ, ധൈര്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്ന് ചോദിച്ചു നോക്കിയേ, ധൈര്യമായിട്ട് ചോദിച്ചോ. ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഒക്കെ ചോദിച്ചാൽ മതി. കഴിച്ചാ? എന്നിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പുറകോട്ട്, പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. മാവ് കൂട്ടി ഒഴിക്കണോ? ഫസ്റ്റ് ഒഴിക്കുമ്പോൾ നമ്മൾ മാവ് കൂട്ടിയാൽ മതി. പക്ഷെ ഇനി ഇങ്ങോട്ടും കൂടെ കണ്ടില്ലേ, നമ്മുടെ പ്രേക്ഷകർ തന്നെ കണ്ടില്ലേ ഈ പൂവപ്പം ഒഴിക്കാൻ എന്നാ പാട്. വേണ്ട എന്നാ പറയുന്ന സോഫി ശരിക്കും നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ വട്ടപ്പ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെന്ന് തന്നെ. പക്ഷെ കണ്ടത് എന്നാ എളുപ്പാന്ന് ഇല്ലേ? നല്ലതായിട്ട് വന്നില്ലേ? മാവിലാണ് കാര്യം. അതുപോലെ ചിറ്റാണെങ്കിൽ എല്ലാ മാവും ചിലപ്പോ അങ്ങനെ ആവണമെന്നില്ല. പിന്നെ കറക്റ്റ് ആവും, ചിലപ്പോ ശരിയാവത്തില്ല. അതിപ്പോ ഈ മാവ് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്ത ഇത് ശരിക്കും കരിക്ക് ചേർത്ത് അരച്ചേക്കുന്ന മാവ്. അപ്പൊ അപ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. മറ്റേ ഹാർഡ്നെസ് ഈ പറഞ്ഞ കൂട്ട് ആ ഒരു പ്രശ്നം വരികയില്ല. അതാ. പക്ഷെ എന്തായാലും ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വിശേഷമൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇരുന്ന് വേണ്ടേ നമുക്ക് സംസാരിക്കാൻ? വരും. ഞാൻ എൻ്റെ അപ്പം ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാവേ, എല്ലാം കരിഞ്ഞ അപ്പം തരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ സുദീപിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ അറിവിൽ ശരിക്കും ദേവരാജൻ മാസ്റ്റർ കണ്ടുപിടിച്ച ഒരു സൃഷ്ടിയാന്നേ പറയുള്ളൂ അല്ലേ? ദേവരാജൻ മാസ്റ്ററാണ് എൻ്റെ ഗുരുക്കന്മാരിൽ ഏറ്റവും എനിക്ക് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ രംഗത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കണം എന്ന് ഏറ്റവും കൂടെ ആഗ്രഹിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ. മറ്റുള്ള ഗുരുക്കന്മാരെ ഞാൻ കുറച്ച് കണ്ടല്ലേ പറയുന്നത്. ഞാൻ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, ലോ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അഡ്വക്കേറ്റാ? അത് പറയാം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേൾക്കട്ടെ, പറയൂ. അപ്പോൾ ലോ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മ്യൂസിക്കും ലോയും ഒന്നിച്ച് കൊണ്ടുപോകണോ, അല്ല ഏതിന് പ്രിഫറൻസ് എന്നുള്ളത് നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. പ്രൊഫഷണലി ഇത് ഒരു മ്യൂസീഷ്യനായിട്ട് തുടരുന്നതിലുള്ള ടെൻഷനുണ്ട്. വീട്ടിലും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മമാർക്കൊക്കെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്, ഞങ്ങളുടെ കുടുംബത്തിലാരും പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഇല്ല. അല്ല, അച്ഛനെ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അച്ഛൻ പാടും നന്നായിട്ട്. പക്ഷേ അച്ഛനും ഒരു ടെൻഷനുണ്ട്. നമ്മളിപ്പോൾ ഒരു ജോലി അത് കഴിഞ്ഞിട്ട് മതി, സബ്ബായിട്ട് മതി മ്യൂസിക് എന്നുള്ളതായിരുന്നു വീട്ടിലൊരു സങ്കല്പം. അപ്പോൾ ഞാനും ആ ഒരു രീതി തന്നെയാണ് ഒരു പരിധിവരെ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നാലും മനസ്സിലെപ്പോഴും മ്യൂസിക് എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ പൂർണ്ണമായിട്ടും നീ മ്യൂസീഷ്യനായിട്ട് തന്നെ പോയാൽ മതി, അതാണ് വഴിയെന്ന് എൻ്റെ അടുത്ത് എനിക്കൊരു കോൺഫിഡൻസ് തന്നത് ദേവരാജൻ മാസ്റ്ററാണ്. അതൊരു വലിയൊരു അനുഗ്രഹവും ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെ, തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞ അദ്ദേഹം കണ്ടുപിടിക്കുന്ന സൃഷ്ടികൾ ഒരിക്കലും തെറ്റാറില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. എനിക്ക് ഷാജി ചേട്ടൻ്റെ ഒരു സിനിമയിലെ ഒരു ഉണ്ട്. ഞാൻ സിംഹാസനത്തിൽ 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് രാജാമണി ചേട്ടൻ മ്യൂസിക് ചെയ്തതാണ്. രാത്രിയിലികൾ പൂത്ത പോൽ ഒരു മാത്രയേ മിഴി മിന്നിയോ, നെഞ്ചിലെ കുളിർവല്ലിയിൽ കണിമഞ്ഞുമൈനകൾ മൂളിയോ, രാത്രിയിലികൾ പൂത്ത പോൽ ഒരു മാത്രയേ മിഴി മിന്നിയോ. ശരിക്കും പാട്ട് ആസ്വദിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ. പാടിയില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും അടുക്കളയിൽ പാട്ട് വെച്ചോണ്ടാ ജോലി ചെയ്യുന്നത്. ശരിക്കും എന്നാ പറയുക, ഇതിനകത്ത് എനിക്ക് 2 ഗുണമുണ്ട്. പാട്ട് ആസ്വദിക്കുകയും ചെയ്യും, എന്നാൽ ഞാൻ പത്രം വായിക്കുന്ന ശീലം പൊതുവെ കുറവാ. അപ്പൊ എന്താ പറയാ, ഈ പിള്ളേർ പറയുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് FM-ല് ഒത്തിരി അറിയാനും. പിന്നെ മാത്രമല്ല, അഥവാ എന്തെങ്കിലും പാചകത്തിന് ഒരു കുഴപ്പം വന്നാലും പറയാം, ഞാൻ പാട്ടിന്റെ ശ്രദ്ധയിലായി പോയി എന്ന് പറയാം. അത് പക്ഷെ എന്റെ ഏട്ടന്റെ അടുത്ത് നടക്കത്തില്ല. അതാണ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാചകത്തില് നാവിന്റെ തുമ്പിൽ രുചി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്, ഏറ്റിട്ടില്ല. അപ്പൊ ഏട്ടൻ പറയുന്നത് വേറെ ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമില്ല. ഇതുപോലെ എന്നെ കുറിച്ച് സോഫി പറയുന്ന ഒരു കംപ്ലൈന്റ്, കല്യാണത്തിന് മുമ്പ് ഞങ്ങള് ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ലവ് ആയിരുന്നു അല്ലേ? ആ കഥയൊന്ന് ആദ്യമേ പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. അത് ഞങ്ങൾക്ക് ആർക്കും അറിവില്ലായിരുന്നു. കുറച്ച് കാലമേ ഉള്ളൂ, ഒരുപാട് സമയം പറ്റില്ല. ലോ പഠിക്കുമ്പോഴായിരുന്നു? അല്ലല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ലോ കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് കല്യാണമായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്ത് പറയും, ഓരോ ഫുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എനിക്കത് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും, എന്ത് കൊടുത്താലും കഴിച്ചോളുന്ന ഒരു പാവമാണെന്നാണ് വിചാരിച്ചത്. എനിക്ക് ടേസ്റ്റ് പ്രശ്നമല്ല, ഉപ്പ് പ്രശ്നമല്ല, പുളി പ്രശ്നമല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പ്രേമിച്ചുകൊണ്ട് നടന്ന സമയത്ത്. സോഫി എന്ത് പറയുകയോ അതൊക്കെ പറഞ്ഞത് വെറുതെ ആണോ എന്ന് തോന്നുന്നില്ല. പറയുന്നത് വെച്ചാൽ അല്ല, വേറൊന്നുമില്ല, ഞാൻ എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച്
വളരെ അപൂർവ സാധനങ്ങളെ ഉള്ളൂ. ഇല്ല, വളരെ അപൂർവ സാധനങ്ങളെ ഒഴിവാക്കുന്നതുള്ളൂ. അതിപ്പോൾ നമ്മളെ ശബ്ദത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്ന അതുപോലുള്ള ചെറിയ ചില സാധനങ്ങൾ മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ. അധികം എരിവ്, അധികം പുളി, അങ്ങനെയുള്ളതൊക്കെ. ബാക്കി എല്ലാ ഫുഡും ഞാൻ കഴിക്കും. പക്ഷേ അപ്പോൾ തെറ്റിദ്ധരിച്ച് വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടേസ്റ്റ് ഇല്ലാത്തത് കഴിക്കും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കിയാലും അതിനകത്ത് അത് ഇത്തിരി ഇത് കുറഞ്ഞു അങ്ങനെ പറയുമെന്ന് ഞാൻ എന്നാ പറയുന്നത്. കണ്ടോ, ഇപ്പൊ പിന്നെ പറയാലോ, പണ്ടൊന്ന് പഴങ്ങി പോയാൽ എന്നാ എടുക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ധൈര്യമുണ്ട് അല്ലേ? ഇത് എപ്പോഴാ കണ്ടുമുട്ടുന്നത് നിങ്ങൾ തമ്മില്? ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വളരെ യാദൃശ്യമായിട്ടാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വിളിച്ചു. സോഫി കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറ്. ഞാൻ വിചാരിച്ചു കോളേജിൽ നിന്ന് കണ്ടുമുട്ടില്ല. ഇല്ല, അങ്ങനെ കോളേജ് പഠിച്ചത് കലാമണ്ഡലത്തിലും ഞാൻ പഠിച്ചത് വേറെ സ്ഥലത്ത് കണ്ടുമുട്ടായ മാത്രമല്ല ആ സമയത്തും ഈ ക്ലാസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഒരു വിധത്തിലും മറ്റേ സിനിമാറ്റിക് ഡാൻസുകാരൊക്കെയാണ് പിന്നെ നമ്മളോട് ഷോസിനൊക്കെ ഇടയ്ക്ക് കണ്ടുമുട്ടും. അങ്ങനെയും കണ്ടുമുട്ടിയിട്ടില്ല. യാദൃശ്യമായിട്ട് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വർഷത്തോളം നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഒരു ചിന്ത വന്നത്. ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങനെ ഒരാണും പെണ്ണും ഒരിക്കലും എപ്പോഴും ഫ്രണ്ട്സ് ആവാനിരിക്കാൻ വലിയ പാടാണ് ബാച്ചിലേഴ്സിന്. വലിയ പാടാ, അതാ ശരിയാ. ഇനി കൂടുതൽ വിശേഷം ഞാൻ എന്താ പറയാ, എന്റെ സ്പെഷ്യൽ അപ്പവും എന്റെ ഫിഷ് മോളിയും തന്നിട്ട് നമുക്ക് വർത്താനം പറയാം കേട്ടോ. എന്നാ സ്പൈസി ഫുഡാണോ സുദീപിന് ഇഷ്ടം? ഇല്ല, സ്പൈസി തീരെ ഇഷ്ടമില്ല. സോഫിക്കോ എന്നാ ഇഷ്ടം? എനിക്ക് സ്പൈസി ഫുഡാണോ അല്ലാത്ത തന്നെ ഇഷ്ടം. സ്പൈസി ആയിരുന്നു, ഇപ്പൊ മാറിയത്. നമ്മള് വീട്ടിൽ പൊതുവെ ഇപ്പം എല്ലാ സ്പൈസസ് എല്ലാം കുറച്ച്. അത് ഈ പറഞ്ഞ കൂട്ട് തന്നെ പാടാൻ പറ്റാത്തോണ്ടാണോ? അതല്ല, അല്ല എനിക്ക് വല്ലതും കുറച്ച് അങ്ങനെ കഴിച്ചാൽ അസിഡിറ്റി പ്രോബ്ലം തോന്നുന്നു. പ്രോഗ്രാമിനൊക്കെ മുമ്പൊക്കെ, പ്രത്യേകിച്ച് പ്രോഗ്രാമിനൊക്കെ മുമ്പ് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്, ഇങ്ങനെ എന്തോ ഒരു അസിഡിറ്റി ഫോം ചെയ്യുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ പാട്ടുകാർ ഐസ്ക്രീം തിന്നത്തില്ല, ഡെസേർട്ട് തിന്നത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്പൈസി ഫുഡൊന്നും തിന്നാൻ ഒക്കെയല്ല. അല്ല, അതല്ല, ഐസ്ക്രീം ഒന്നും കഴിക്കരുതെന്ന് പറയുന്നത് ഓരോ ആളുകളുടെ ശാരീരികാവസ്ഥ. അല്ല, ഐസ്ക്രീം കഴിച്ചാലൊന്നും പാടാൻ ഒക്കത്തില്ല എന്നൊക്കെ പറയുന്നത് പാട്ടുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. കാര്യം തൊണ്ട കൊണ്ട് മാത്രമല്ലല്ലോ പാടുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം എന്റെ പ്രേക്ഷകർ അറിയേണ്ട ഒരു സത്യം ഇത് കേട്ടോ, തൊണ്ട കൊണ്ട് മാത്രമല്ല പാടുന്നത്. അതുകൊണ്ട് ഐസ്ക്രീം തിന്നുന്നത് അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഐസ്ക്രീം കഴിക്കരുതെന്ന് പറയുന്നതിന് റീസൺ ഉണ്ട് പാട്ട്. ഇപ്പം ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്കൊരു തൊണ്ടവേദനയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താ? തണുത്ത് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജലദോഷം വന്നാലും ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും ത്രോട്ടിന്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ പാടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ, അല്ലെങ്കിൽ ഈ തണുത്ത സാധനങ്ങളൊക്കെ ഐസ്ക്രീമിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ തൊണ്ടക്കുഴലിരിക്കുമ്പോഴേ അത് ചിലപ്പോൾ ഇരുന്നിട്ട് ചിലപ്പോൾ പെയിൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കഴിക്കുന്നത്. പാട്ട് പ്രോഗ്രാംസ് ഉള്ള സമയത്ത് മാത്രം കഴിക്കരുതെന്നേ ഉള്ളൂ. ഞാൻ പൊതുവെ കഴിക്കാറില്ല. പക്ഷെ കഴിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ട് പാടുന്ന പല പാട്ടുകാരും 10 ഐസ്ക്രീം വരെ കഴിക്കുന്നവരുണ്ട് പ്രോഗ്രാമിന് മുമ്പ്. അതാ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ എടുത്ത് ചോദിച്ചത്. അവർക്ക് അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള പാട്ടുകാരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോഫിക്ക് ഡാൻസ് ഒക്കെ കുഞ്ഞുനാളിലെ തുടങ്ങിയതാണോ? ചെറുപ്പത്തിലേ തുടങ്ങി. കല ഭയങ്കര ഇഷ്ടമായിട്ടാ? ഡാൻസ് ഇഷ്ടമായിരുന്നു. രണ്ടും 2 സ്പൂണാണ്. ഗ്രേവിക്കൊരു അതാണ്. അതെന്നറിയാവോ, മീൻ ഞാൻ പൊടിയാതെ ഒക്കെ എടുക്കണ്ടേ. ഫിഷ് മോളിയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മള് ഫിഷ് മോളി എടുക്കും, അതിന്റെ മീൻ പൊടിഞ്ഞ അതിന്റെ എന്നാ പറയുന്നത്, അതിന്റെ ഇതെല്ലാം അങ്ങ് പോവും, പൂർണ്ണത നഷ്ടപ്പെടും അല്ലേ. ഞാൻ തരുമ്പോ നല്ലതായിട്ട് തരണ്ടേ. കഴിച്ചു നോക്കൂ. നോക്കാം. ഏതൊരു കവിതയിൽ പറയുന്ന പോലെ പൂവ് പോലെ ഒരു ഓമന കൗതുകം എന്ന് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എന്ന് പറഞ്ഞ പോലെ അത് പൂവ് പോലെ ഒരു ഓമന കൗതുകമാണ് ഈ അപ്പം. ശരിയാ, നമ്മൾ ശരിക്കും എപ്പോഴും വീട്ടിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചല്ലേ അപ്പം എടുക്കണേ. അന്നേരം ഇതിനാകുമ്പോ അപ്പം തന്നെയാ സാധനം, പക്ഷെ ഒരു ഡിഫറൻസ് വരുമ്പോ ഒരു സൂപ്പർ, നന്നായിട്ടുണ്ട്. കണ്ട പോലെ തന്നെ നന്നായിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ടായിരുന്നു. ചട്ടിയിലൊന്നും പൊടിയാതെ. പൊടിയാതെ എടുത്തില്ലെങ്കിലല്ലേ ഈ പറഞ്ഞ കൂട്ട് അതിന്റെ ആ ഭംഗിയും പോവും, നമ്മുടെ ആ പ്രസന്റേഷനും ഒക്കെ അങ്ങ് പോവും. ഈ സോഫി, ഒരു കാര്യം ചോദിച്ചിട്ട്, കേട്ടറിവ് മാത്രമാണ് ഈ ഡാൻസ് സ്കൂളായിട്ട് വല്ലതും നടത്തുന്നുണ്ടോ അതോ? ഞാനിപ്പം താമസിക്കുന്ന ഫ്ലാറ്റില്ല. അപ്പൊ അവിടെ താഴെ ഒരു ഹാളിൽ അവിടെയുള്ളവർ മാത്രം പഠിക്കുന്നുണ്ട്. പുറത്തൊരു ക്ലാസ് തുടങ്ങണം എന്നുണ്ട്. പേര് വല്ലതും വെച്ചോ? ക്ലാസ്സിന്റെ പേര് അങ്ങനെ? അതല്ലാതെ ഇപ്പം ഒരു സീരിയലിൽ അങ്ങാണ്ട് ചെയ്യുന്നില്ലേ സോഫി? പിന്നെ KP കുമാരൻ സാറിന്റെ തോറ്റം എന്ന് പറഞ്ഞൊരു അതൊരു അവാർഡ് ഫിലിമാണ്. അതിലും ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഹീറോയിൻ ആയിരുന്നു KP കുമാരൻ സാറിന്റെ സിനിമയിൽ. അത് പക്ഷേ ഒരുപാട് കാലം മുമ്പ്, 15 വർഷം മുമ്പ്. ടിവിയിൽ കാണുമ്പോ പിള്ളേരൊക്കെ എന്നാ പറയുന്നു?
ഭയങ്കര സന്തോഷം. പിള്ളേര് എത്ര പിള്ളേർ? 2 പിള്ളേർ. മൂത്താൾ എന്ത് ചെയ്യുന്നത്? മൂത്താള് 6th മിൻസാര, ഇളയാള് LKG നീഹാര. ഓക്കെ. പിന്നെ ഈ ലോയ്ക്ക് വരുന്നതിന് മുമ്പ് ലോ ആയി, ഇപ്പം പാട്ടായി, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടാറോ? ഇല്ല, രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇല്ല, പൂർണ്ണമായിട്ടില്ല. അല്ല, കോളേജ് രാഷ്ട്രീയത്തിലുണ്ട്. കോളേജ് യൂണിയൻ ഭാരവാഹി, ജനറൽ സെക്രട്ടറി ആയിരുന്നു, ചെയർമാനായിരുന്നു, പിന്നെ അതിന് മുമ്പ് സ്കൂൾ ലീഡർ ആയിരുന്നു. അങ്ങനെയൊക്കെ. നമ്മളെ നാടെന്ന് പറഞ്ഞാൽ പുന്നപ്രയാണ്. അപ്പോൾ അവിടെ പൊളിറ്റിക്സ് അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന് ലോ കോളേജ് വന്നതിന് ശേഷം ഞാൻ ഒന്നിലും ഇൻവോൾവ് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് തോന്നിയത് സംഗീതത്തിന് ഒരു ചേരിതിരിവില്ല, എല്ലാ ആളുകളും ഒരേപോലെ ആസ്വദിക്കുന്നതാണ്. എൻ്റെ വഴി മ്യൂസിക്കാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ആളുകളും എന്നെ പാട്ട് കേട്ടിട്ട് അതിനകത്ത് പാർട്ടിയോ ജാതിമത വ്യത്യാസമൊന്നുമില്ല. മ്യൂസിക് എന്ന് പറഞ്ഞത് ഗ്ലോബൽ, എല്ലാ ഭൂമി മുഴുവനുള്ള ആർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്നതാണ്. വളരെ ശരി. അപ്പൊ രാഷ്ട്രീയവും ഇല്ല, അഡ്വക്കേറ്റും അതുമില്ല, ഇപ്പൊ പാട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ പാട്ടാണ് എന്റെ വഴി എന്ന് തെരഞ്ഞെടുത്ത ശരിക്കും സ്വയമാണോ, അതോ എന്നാ പറയുന്നത്, അതിലോട്ട് തിരിയാൻ എന്നാ പറ്റിയത്? എനിക്ക് ഇതിനോടുള്ള പാഷൻ, മ്യൂസിക് എന്ന് പറഞ്ഞതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പാട്ട് തന്നെ. ഇപ്പം നമുക്കിപ്പോൾ ഒരു ജന്മനാ കിട്ടിയ ഒരു കഴിവെന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനോടുള്ള സ്നേഹവും അതിനുള്ളൊരു പരിശ്രമം കൊണ്ടാണ് ആയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജോലിയും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യാത്തൊരു മാനസികമായിട്ട് അങ്ങനെയായി. പക്ഷേ കൺഫ്യൂഷനുണ്ട്, ഇതിനകത്ത് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഗുരുക്കന്മാരൊക്കെ തന്നിട്ടുള്ള കോൺഫിഡൻസ് ആണ്. ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരി സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുദീപിനെ ഏറ്റവും ഹൈ ലെവലില് എത്തിക്കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ്. പക്ഷെ അവരാരും ഇപ്പം ഇല്ല. അതൊരു ശരിക്കും എനിക്കൊരു എന്നാ പറയുക. അല്ല, ഇപ്പം ഞാൻ ദേവരാജ മാസ്റ്റർ, എൻ്റെ ഗുരുനാഥനായിരുന്ന കലവൂർ ബാലൻ സാറ്, ഗിരീഷേട്ടൻ, ഇവരൊക്കെ എൻ്റെ കരിയറിൽ പ്രോത്സാഹിപ്പിച്ചതിൽ വളരെയധികം എൻ്റെ നന്മ ആഗ്രഹിച്ചവരിൽ ഇപ്പോൾ ഇല്ലാത്ത ആളുകളാണ്. പലപ്പോഴും ഹിറ്റായ പാട്ടുകൾ പലതും ഗിരീഷേട്ടൻ എഴുതിയ പാട്ടുണ്ട്. ഇപ്പം എന്തടി എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഗിരീഷേട്ടൻ നമ്മൾ വിട്ടുപോയത്. അപ്പൊ ആ പാട്ട് കേൾക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പാടണം എന്താണെന്നറിയോ, എനിക്ക് ഗിരീഷേട്ടന്റെ വരികൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാനിപ്പോ നേരത്തെ പാടിയ പാട്ടും ഗിരീഷേട്ടന്റെ വരികൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, ശരിക്കും നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാണ് ഗിരീഷേട്ടന്റെ വരികൾ അല്ലെ. ഒരു പാട്ട് പാടുമോ? പക്ഷെ ഇതിന്റെ ഇടയിൽ പറയുന്നത് തെറ്റാന്നറിയാം, പക്ഷെ എന്നാലും ഒരു 2 വരി. ഗിരീഷേട്ടനോട് എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടാകാൻ കാരണം ജയചേട്ടനാണ്. അവരുടെ കോമ്പിനേഷനിൽ നല്ല പാട്ടുകൾ. അപ്പൊ അവരൊന്നിച്ച് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലപ്പുറം എന്നാ വേണം? ജയചന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ ശരിക്കും മെലഡിയുടെ രാജകുമാരൻ തന്നെ എന്ന് ഞാൻ വിശ്വസിപ്പിക്കുകയുള്ളൂ അല്ലെ, വിശ്വസിക്കത്തുള്ളൂ അല്ലെ, സമ്മതിക്കുന്നില്ല? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഉള്ള പാട്ടുകളാണ്. അപ്പൊ അങ്ങനെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിലുണ്ടായ പാട്ടുകൾ പലതും ഇതുണ്ടാക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കമ്പോസിംഗ് സമയങ്ങളിൽ ശരിക്കും ഗിരീഷേട്ടന്റെ വരികളും എം ജയചന്ദ്രന്റെ മ്യൂസിക്കും പാടിയേ പറ്റൂ. ഇത് പിന്നെ കച്ചാതി അപ്പൊ പാടിയേ പറ്റൂ. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ, കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരി മഷെഴുതിയതാരാണ്, അന്തിക്ക് ചെന്തെങ്ങിൽ പറന്നിറങ്ങും മേലെ മാനത്തെ കുന്നത്തെ പൊന്നമ്പിളി, അരിമുല്ലമേൽ കാറ്റ് കളിയാടും പോൽ എൻ്റെ ചിരിച്ചെപ്പുകിലുക്കണതാരാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏത്? ഇത് ഇഷ്ടമാണ്. പിന്നെ സുദീപിനെ എപ്പോഴും അത് പാടിത്തരുമോ, ഇത് പാടിത്തരുമോ ചോദിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ചോദിക്കാറില്ല, ഒന്നും പാടി തരാറുമില്ല. സുദീപ് ഇത് ഭയങ്കര മോശാട്ടോ. അങ്ങനെയല്ല, എപ്പോഴും പറയും ഇതുപോലെ. ചില സമയത്ത് വീട്ടിലൊക്കെ പാട്ടിന് താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർ ഏതെങ്കിലും പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പാടും. അപ്പം സോഫി പറയും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ഇതുപോലെ എനിക്കും വല്ല പാട്ടൊക്കെ കേൾക്കാം. ഞാനായിട്ട് പറഞ്ഞിട്ടൊന്നും പാടുന്നില്ല. ശരിക്കും സുദീപ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ? ഉണ്ട്, 2012. അത് ഏത്? അത് നിർവ്വഹത്തിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ. ഇപ്പം നമ്മളൊക്കെ അറിയപ്പെടുന്ന സുദീപ് ആവുന്ന ഒത്തിരി പ്രയാസങ്ങളിൽ കൂടിയൊക്കെയാ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയാവേ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നായിരുന്നു ശരിക്കും? എന്നാ പറയുന്നത്, ഇപ്പൊ വരുന്ന പുതിയ ജനറേഷനിൽ ഒത്തിരി പിള്ളേരുണ്ട്. ഇപ്പൊ മിക്കവാറും വിചാരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് അങ്ങോട്ട് പാട്ട് പാടാം എന്ന് വിചാരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരോട് എന്നാ പറയാനുള്ളത്? അല്ല, അതല്ല, ഇതൊരു ഭാഗ്യമാണ്. 100% ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കഴിവ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സക്സസ് ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കഴിവുണ്ടെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുട്ടിക്കാലം മുതൽ ഞാൻ മ്യൂസിക് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കി. വീട്ടിലുള്ള മാതാപിതാക്കൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ വിട്ട് പഠിപ്പിച്ചു. പിന്നെ എനിക്ക് അതിനകത്തുള്ള താല്പര്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു വലിയ ഭാഗ്യമുള്ള ഒരാൾക്കേ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിങ്ങനെ അതിനുള്ള മനസ്സ് വിടാതെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ.
ഒരു അച്ഛനും അമ്മയ്ക്കും എപ്പോഴും മക്കള് ഈ പറഞ്ഞ പോലെ പാട്ടല്ലാതെ വെച്ചോ, ഓ അവൻ പാട്ട് പാടി നടക്കുക അങ്ങനെ ചിന്തിക്കുകയില്ല, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയി ഹാപ്പിയായി. പിന്നെ എന്നാലും അച്ഛനും അമ്മയും ഹാപ്പിയാണോ? ഇപ്പം ഹാപ്പിയാണ് ഇതിലോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം സോഫിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരും രണ്ടുപേർക്കും കലയുള്ളവരാണ്, ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സോഫി കുട്ടിക്കാലം മുതലേ ഒരു കലാകാരിയായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കലാമണ്ഡലത്തിലേക്ക് വിട്ട് പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ കലയെ മനസ്സിലുള്ള ആളാണ്, കല വലിയ ഇഷ്ടമുള്ള ആളാണെങ്കിലും അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നതുകൊണ്ട് തന്നെ അച്ഛനും കൂടുതലായിട്ടും ആഗ്രഹം അച്ഛന് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഈ കലാരംഗത്ത് എൻ്റെ ആരും സിനിമയിലില്ല, എൻ്റെ ആരും റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെ വളരെ അടുപ്പമുള്ള ആരും ഈ രംഗത്തൊന്നും അങ്ങനെ വലിയ നിലയിലുള്ളവരില്ല. അപ്പം സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ, ഇതിൽ പോയാൽ ഏത് ലെവൽ വരെ പോകും, അല്ല തന്നെ എൻ്റെ ടാലൻറ്റ് ഇത്രത്തോളം ഉണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ സ്വാഭാവികമായിട്ടൊരു അച്ഛനൊക്കെ അങ്ങനെ എന്നെ ഒരുപാട് ഓവർ റേറ്റഡ് ആയിട്ട് വിചാരിച്ച ആളല്ല. ഒരുവിധം ടാലൻ്റ് ഉണ്ട്, കുറച്ച് പഠിക്കട്ടെ, പറ്റുന്നെങ്കിൽ സംഗീതവും ജോലിയും കൂടെ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ ഒരു ഘട്ടം വരെ തരണം ചെയ്യുന്നവരെ സ്ട്രഗിൾ ചെയ്തു, സംശയമില്ല. നേരത്തെ പറഞ്ഞ സത്യമാണ്. ഞാൻ സിനിമയിൽ എനിക്ക് ആദ്യത്തെ അവസരം ജോണി സാഗരയുടെ കാസറ്റുകളിലാണ് ഞാൻ പാടി തുടങ്ങുന്നത്. പക്ഷെ അത് സിനിമയിൽ വന്ന പാട്ടുകളല്ല, അദ്ദേഹം ഓഡിയോയിൽ അവസരം തന്നു. പിന്നെ വിനയൻ സാറാണ് ആദ്യമായിട്ടൊരു സിനിമ തരുന്നത്, അത് ഊമപ്പെണ്ണിനൊരിയാടാ പയ്യൻ. അധരം സഖി മധുരം നീയേകിടാമോ മിഴിയാം കടൽ തിരയിൽ ഞാൻ നീന്തി വന്നു. മോഹൻ ചേട്ടൻ്റെ മ്യൂസിക്, മോഹൻ സിത്താർ. അപ്പോൾ ഈ പാട്ട് പാടിയാണ് എൻട്രി ചെയ്യുന്നത് ഞാൻ സിനിമയിൽ. അത് കഴിഞ്ഞ് വിനയൻ സാർ 2-3 സിനിമകൾ തന്നു. അദ്ദേഹത്തിൻ്റെ എൻ്റെ തൊട്ടടുത്ത സിനിമ കാട്ടയമ്പകം, വെള്ളി നക്ഷത്രം, അത്ഭുതദ്വീപ്, അങ്ങനെ പടങ്ങൾ. പക്ഷേ അതിനുശേഷം ഒരു 3-4 വർഷം സിനിമ എന്നുള്ളത് എനിക്ക് വളരെ കയ്യെത്തുന്ന ദൂരത്തായിരുന്നില്ല. എൻ്റെ കുഴപ്പം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ തെറ്റിദ്ധാരണകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, ഇതുമൂലം അവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ഒരൊറ്റ മ്യൂസിക് ഡയറക്ടറെ പോയി കാണുകയോ ഒരു പ്രൊഡ്യൂസർമാരുടെ ആരുടെയും സമീപിച്ച് ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എനിക്കറിയില്ല, സിനിമയിൽ എങ്ങനെ സമീപിക്കണം, ചിലപ്പോൾ വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് വന്നില്ല എന്ന് മാത്രമല്ല, അവസരങ്ങളില്ലാതെ ഞാൻ ഒരുപാട് ആ സമയത്ത് കല്യാണവും കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇതിൽ തന്നെ തുടരാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മൾ പിടിച്ചു നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഷോസ് ഒരുപാടുണ്ടായിരുന്നു, പ്രോഗ്രാംസ് ലൈവ് പാടുന്നതും പിന്നെ ചാനലിലെ ആങ്കറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടർന്നു. പക്ഷെ സിനിമ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഒരു റെഗുലറായിട്ട് കിട്ടാത്ത ഒരു കാര്യമായിട്ടായിരുന്നു. വെച്ചാൽ തുടർച്ചയായ സിനിമകളൊന്നും വന്നില്ല. പിന്നെ അതിനൊരു വ്യത്യാസം വരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജയൻ ചേട്ടൻ്റെ പാട്ടുകളാണ് എനിക്ക് അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാക്കി തന്നത്. പിന്നീടാണ് ഇപ്പോൾ എല്ലാ കമ്പോസേഴ്സും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സിനിമ സംവിധായകരുടെയും പലരുടെയും. ആ സമയം ഇച്ചിരി ഒരു ചീത്ത സമയം നമുക്ക് ആശ്വസിക്കാം. അതെ, ഇനി എന്നാ പറയുന്നത്, അങ്ങ് കിടക്കുമല്ലേ, അപ്പൊ നമുക്ക് എന്നാ പറയുന്നത്, പിടിച്ചാ കിട്ടാത്ത പോലെ അങ്ങ് ബിസി ആവട്ടെ. അതൊക്കെ ഓരോ ഭാഗ്യം, പിടിച്ചാൽ കിട്ടുന്ന പോലെയെങ്കിലും ബിസി ആയാൽ മതിയായിരുന്നു. അല്ല, ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയാ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, പല രാജ്യങ്ങളിലും. ശരിക്കും ഈ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ ആസ്വദിക്കോ? ട്രാവൽ ചെയ്യുമ്പോൾ ആസ്വദിക്കുന്നത് കുറവാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആസ്വദിക്കോ ചോദിക്കുന്നതിന് ഒരു പ്രസക്തി ഇല്ല. ഞാൻ എനിക്ക് മറ്റേ സിനിമയിൽ കഥ പറയുമ്പോൾ മമ്മൂട്ടി സാർ പറയണ പോലെ ഈ സസ്യശ്യാമളങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അതൊക്കെ കാണും എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്ഥലം കാണാൻ പോകും അങ്ങനെ അങ്ങനെയില്ല. ഞാൻ പലപ്പോഴും യാത്രകളിൽ ഈ പറഞ്ഞത് ശരിയാണ്, കിടന്ന് ഓടിയെല്ലാം അലഞ്ഞായിരിക്കും അവസാനം വന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പൊ കയറി ഇരുന്ന് ഞാൻ ഒറ്റ ഉറക്കം. അപ്പൊ ഈ കാറിലൊക്കെ പോവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയായിരുന്നു ആ ഇന്ന സ്ഥലത്ത് വരുമ്പോ നിക്കും എന്ന് പറയാം. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ അങ്ങ് ഞാൻ മാറി പോയിട്ടുണ്ട്. ഇവിടുന്ന് കോഴിക്കോട് പോകുന്നതിന് കണ്ണൂർ പോയി ഇറങ്ങിയിട്ടുണ്ട് ട്രെയിനിൽ. മിടുക്കൻ. തിരിച്ചടുത്ത് കയറുമ്പോൾ പിന്നെയും കോഴിക്കോട് ഇറങ്ങുമെന്ന് ഉറപ്പില്ല, പോകുന്നുണ്ട്. ഫ്ലൈറ്റിൽ ഒരു പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി. ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്ത സമയത്ത് ഇതുപോലെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ടർബുലൻസും, ഇങ്ങനെ പോക്കറ്റിൽ പോകണു, അലമ്പ് ആകെ അലമ്പ്. എനിക്ക് മാത്രം വേറെ സ്ഥലത്തായിപ്പോയി, കിട്ടിയില്ല. ഇവരൊന്നിച്ചാണ്, വൈഫും 2 കുട്ടികളും, സോഫിയും 2 കുട്ടികളും കൂടെ ഒന്നിച്ചിരിക്കുക. അപ്പോൾ ഇവർക്ക് മൂത്തയാൾക്കൊക്കെ ടെൻഷൻ, കരയാനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു, കരയാൻ തുടങ്ങി. അപ്പോൾ സോഫി പറയുന്നത്, അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത്തിരി മോശം കാലാവസ്ഥയാണ്, ചിലപ്പം ഇത് ലാൻഡ് ചെയ്യേണ്ടി വരും, വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ നോക്കുമ്പോഴൊക്കെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. മോളെന്നോട് ചോദിക്കുക, എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ?
ശരിക്കും പറഞ്ഞ ഉറക്കം ഒരു തരത്തിൽ ഗുണമുണ്ടല്ലോ. അല്ല, എനിക്ക് അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റുന്നത് ഈ യാത്രകളിലും ഉറക്കത്തിലാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 minutes ഒക്കെ ഞാൻ ഉറങ്ങും. ഉറങ്ങിയാൽ പെട്ടെന്ന് ഫ്രഷ് ആകും. എന്നാലും സുദീപ് കുറെ നേരമായിട്ട് വർത്താനം. സോഫി, ശരിക്കും വീട്ടിലെ സുദീപ് എങ്ങനെയാ ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക്? സത്യം പറയരുതേ, സത്യമേ പറയാവുള്ളൂ. ഇവിടെ സത്യസന്ധതയായിട്ട് ചെയ്യുന്ന എപ്പിസോഡ് പറഞ്ഞു, എല്ലാം നല്ലത് മാത്രമേ പറയാവുള്ളൂ. അല്ല, വീട്ടിലെങ്ങനെയാ എല്ലാം? വീട്ടില് പിള്ളേരുടെ കാര്യവും അടുത്ത കാര്യമൊക്കെ നോക്കും. അടുത്ത കാര്യം നോക്കും, പക്ഷെ കൂടുതൽ സമയം ഇരുത്തത്തില്ല. കാരണം ആകെ ക്ഷമയില്ലാത്തത് കണ്ടിട്ടുള്ള അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൂടുതൽ അമ്മയാ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നേ. പഠിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ കുട്ടികളെ? എക്സാം സമയത്തൊക്കെ ഞാൻ തന്നെ വിടണോ സോഫി പഠിപ്പിക്കാൻ? അപ്പൊ പിന്നെ സോഫിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അച്ഛൻ സ്ട്രിക്റ്റ് ആകുമ്പോൾ പിള്ളേർ വേഗം പഠിക്കുകയും ചെയ്തോളും, ടെൻഷനും ഇല്ല. ഇപ്പം സുദീപ് അഡ്വക്കേറ്റ് ആണ്, ഒരു നല്ല പാട്ടുകാരനാണ്. സപ്പോസ് വലിയൊരു നല്ല കേസ് വരികയാണെങ്കിൽ പോവില്ലേ, വർക്ക് ചെയ്യില്ലേ? ഒരു അല്ല, ഇതിപ്പം ഇത്രയും കാലം നമ്മൾ കേട്ടിട്ടുള്ളത് പ്രതിയെ തൂക്കിക്കൊന്നു അല്ലെങ്കിൽ വാദിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചത്. അഡ്വക്കേറ്റിനെ തൂക്കിക്കൊന്നു എന്ന് ആ കേസിൽ കേൾക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എടുക്കില്ല. അത് ശരിക്കും ഞാൻ ചെയ്യട്ടെ മറവി കൊണ്ടാണോ? അത്ര വിശ്വാസമുള്ളതാണോ? അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു ടാലന്റ് ഇല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ആ വിഷയം കോളേജിൽ പഠിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് അതിനകത്തൊരു കഴിവില്ല. ഞാൻ തുറന്ന് സമ്മതിക്കുന്നത്. കാര്യം അത് അങ്ങനെ ആഗ്രഹിച്ച് എന്തുകൊണ്ട് പോയെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ BA കഴിഞ്ഞ സമയത്ത് MAക്ക് അപ്ലൈ ചെയ്തു. നമ്മൾ ആ സമയത്ത് അങ്ങനെയാണല്ലോ, MAക്ക് ട്രൈ ചെയ്തു, B.Edന് അപ്ലൈ ചെയ്തു, അങ്ങ് പലതിനും കൊടുത്തു. അപ്പോൾ എനിക്ക് LLBക്ക് ഞാൻ ആ സമയത്ത് ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ നെക്സ്റ്റ് ഒരു മാസ്റ്റർ ഡിഗ്രി അല്ല എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് തിരുവനന്തപുരം നഗരത്തോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെ ചാനൽസ് ഇല്ല, അമൃത TV വന്നിട്ടില്ല, ഒരു ചാനലില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ആകാശവാണി ഓഡിഷൻ ഉണ്ടായി. അപ്പോൾ ദൂരദർശനിലൊക്കെ എന്തെങ്കിലും പാട്ട് പാടാൻ ചാൻസ് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ. സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും റേഡിയോയിൽ അങ്ങനെ റേഡിയോ പാടിയിരുന്നു. ചാനൽ ഞാൻ ലോ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ പ്രൊഫഷണൽ ഓഡിയോസിലൊക്കെ പാടി തുടങ്ങുന്നത്. അത് താലോലം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ അല്ല, സിനിമയിലില്ല, ജോണി സാഗരിയുടെ ഓഡിയോ ആണ്. ഓഡിയോ അത് സമയത്ത് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, ഡിവോഷണൽസ് ഒക്കെ പാടിയിട്ടുണ്ട്. മോഹൻലാലിനോട് പാട്ട് പാടിയിട്ടില്ലേ? ലാൽ സാറിനോട്? ലാലിന്റെ ഞാനിപ്പം ഏറ്റവും പുതിയതായ റിലീസ് ചെയ്യാൻ പോണ കനലിൽ വരെ പാടിയിട്ടുണ്ട്. 5 അല്ല, ആദ്യം മാടമ്പി, എന്റെ ശാരിക. അതിനകത്തുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം, ലാൽ സാറിനെ കാണുന്നത്, ഇപ്പൊ ഒരുമിച്ചാ പാടാൻ പോകുന്നൊക്കെ പറയുമ്പോൾ സുദീപിനുണ്ടായ ഒരു അപ്പൊ അത് പിന്നെ അറിയായിരുന്നോ നേരത്തെ? അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ സിനിമയാണ്, ഉണ്ണികൃഷ്ണ ചേട്ടന്റെ സിനിമയാണ്, സാറിന്റെ ഫിലിമാന്ന് പറഞ്ഞു. കൂടെ പാടാൻ പോടൂന്നുള്ളത് അറിയായിരുന്നോ? ഇല്ല, അതിനകത്ത് ലിപ്പില്ല, ആ പാട്ടിൽ ലിപ്പില്ല. ലാലേട്ടന് പിന്നെ വെച്ചാൽ ഇപ്പൊ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടുന്ന പാട്ടിനകത്ത് പാടുന്നതായിട്ടില്ല, ലാലേട്ടൻ പാടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ആ പാട്ടിന് ഭയങ്കര ഓർമ്മ വരും. എന്ന് പറഞ്ഞ പോലെ ഈ എന്റെ ശരീരം എന്ന് പറഞ്ഞ പാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ എന്താ പറയുക നിസ്സഹായതയുള്ള ചില നോട്ടങ്ങൾ, ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ സീനങ്ങ് എല്ലാവരും മനസ്സിൽ പതിയും. അപ്പം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഒരു സ്വപ്നമുണ്ട് ഇങ്ങനെ ഇദ്ദേഹം പാടുന്നതായിട്ട്. അതിപ്പോൾ എന്തടി എന്ന് പറഞ്ഞ പാട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. കാര്യം വേറെ ആരും കാണുന്നില്ല, നമുക്ക് സ്വന്തമായിട്ട് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, വലിയ ഭയങ്കര മനസ്സിലെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു അനുഭവമായിരുന്നു. ഇനി ശരിക്കും എന്നാ എയിം? ശരിക്കും എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം സിനിമാ സംഗീതം എന്നുള്ളത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാ പോപ്പുലാരിറ്റിക്ക് പിന്നിലും സിനിമാ സംഗീതം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടേതായ ഒരു മ്യൂസിക്കൽ സ്പേസ് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ കൂടെ ഒരു സ്റ്റാമ്പ് വേണം, അല്ലെങ്കിൽ അതിലും കൂടെ ഒരു വഴി കണ്ടെത്തണം എന്നാണ് ഒരാഗ്രഹം. മ്യൂസിക് തന്നെ. പറഞ്ഞ പാട്ടിലെ ശാരികേ, എൻ്റെ ശാരിക, അതൊന്ന് പാടും. എൻ്റെ ശാരികേ പറയാതെ പോകയോ നിലാവിലെ നിഴൽ മേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ പെയ്തൊഴിഞ്ഞുവോ കുളിരുന്നൊരോർമ്മകൾ നിലാവിലെ നിഴൽ മേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ. ഈ പാട്ട്
അമൃത TV കണ്ടെത്തിയ ഒരു പാട്ടുകാരിയാണ് എന്നോടൊപ്പം പാടിയിരിക്കുന്നത്. അത് ശരി. അമൃത TVയുടെ സൂപ്പർ സ്റ്റാറിൽ വിന്നറായിട്ട് വന്ന രൂപയ്ക്ക് അന്നൊരു ഓഫറായിരുന്നു ഒരു പുതിയ സിനിമയിൽ പാടാനുള്ള അവസരം. അതിപ്പോൾ ആ പാട്ട് ആദ്യമായിട്ട് സിനിമയിൽ പാടി രൂപ. അത് ഞാനായിട്ട് ഡുവറ്റായിട്ടാണ് സിനിമയ്ക്ക് പാടി. സുദീപ് ശരിക്കും ഒത്തിരി പേർക്ക് പ്ലേ ബാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ അല്ലാതെ സീനിയർ ഒത്തിരി പേർക്ക്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ട് ആരാധിച്ചു വന്ന ആളുകൾക്കൊക്കെ പാടാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. ശരിയാ. ഈ പറഞ്ഞ എന്റെ ഏട്ടന്റെ പടത്തിലൊരെണ്ണം പാടിയില്ലേ? ഷാജി ചേട്ടൻ്റെ സിംഹാസനത്തിൽ പൃഥ്വിയുടെ രണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് അതിലൊരു പാട്ട് പാടുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് ഷാജി ചേട്ടൻ്റെ സിനിമകളിൽ പൊതുവെ അദ്ദേഹം ആക്ഷൻ സിനിമകൾ എടുത്ത ആളെന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സിലുള്ള ടൈപ്പ്. പക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ഒരു ക്ലാസിക്കൽ സോങ് ഷൂട്ട് ചെയ്തത് അദ്ദേഹമാണ്. അതിലൊരു രണ്ട് പാട്ട് പാടുന്നത്. അതിലൊരു പാട്ട് ഹരിമുരളീരവം പ്രിഫർ ചെയ്യുന്നു. നോക്കാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. ശരി കേട്ടോ, എന്ത് നല്ല പാട്ടല്ലേ അത്. ഇനി ഞാൻ ഏട്ടനോട് പറയാം, ഇനി ആക്ഷൻ ചിത്രങ്ങൾ മാത്രമല്ല ഇതേപോലെ എന്നാ പറയുന്നത് മ്യൂസിക്കലായിട്ടുള്ള ഫിലിമും കൂടെ ചെയ്യാൻ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടില്ലേ, ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. സുദീപ് നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു. പക്ഷെ ഇതിനകത്ത് ദോഷങ്ങളും പറഞ്ഞു കേട്ടോ. ഒരു ഉറക്കം, ഒരു മറവി, ഇതിനൊക്കെ ദോഷവുമുണ്ട് നല്ലതുമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും ഒക്കത്തില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. Till then, goodbye.